എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയപടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടൻ ആരംഭിക്കും. സ്പോട്ട് അഡ്മിഷൻ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നാൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടനെ ആരംഭിക്കുമെന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടനെ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്കൊരു ജൂലൈ 15 ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ജൂലൈ 15 ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FI UG പോർട്ടലിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഇതുവരെ അലോട്ട്മെൻറ്റ് നൽകിയിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക്, പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, ഞാൻ എന്ത് ചെയ്തില്ല, മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം എൻ്റെ സീറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അപേക്ഷിക്കാം. ഇനി സ്പോട്ട് അഡ്മിഷനും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമാണ് ഇനി ഇവരുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഈ മാസം ജൂലൈ 15 ശേഷമായിരിക്കും വിളിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇനി സ്പോട്ട് അഡ്മിഷൻ നമ്മൾ നോക്കുമ്പോൾ, സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് എടുക്കേണ്ട അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ, അതായത് സ്പോട്ട് അഡ്മിഷൻ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള അലോട്ട്മെൻറ്റാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ആ സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ പോയി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ പറയുന്ന ഡേറ്റിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് 2 കോളേജിലാണ് പോകാൻ താല്പര്യമുള്ളെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ പോയിട്ടാണോ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആ കോളേജിലെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അപ്പോൾ ഒരേ സമയം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്ക് എന്ത് ചെയ്യണം? 2ഉം 3ഉം കോളേജുകളിൽ, അതായത് ഒരേ സമയം എനിക്ക് 2ഉം 3ഉം കോളേജുകളിൽ കിട്ടാൻ സാധ്യത. അപ്പോൾ ഞാൻ എങ്ങനെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുമെന്ന് അതിനും ഒരു വഴിയുണ്ട്. എന്ത് വേണം? ഒരു കോളേജിൽ നിങ്ങൾക്കും ഒരു കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവിനും പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഒരു കോളേജിലെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും. ഒരു കോളേജിലെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥി ഓർത്തിക്കുക. ആ രക്ഷിതാവ് കോളേജിൽ പോകുമ്പോൾ നിങ്ങളുടെ TC ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റിൻ്റെ കോപ്പികളുമായിട്ട് വേണം പോകാൻ. അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ നിങ്ങൾ ഒപ്പിട്ട ഒരു പേപ്പറും കൂടെ നിങ്ങൾ കൊടുത്തു വിടണം. അതായത് ഞാൻ മറ്റൊരു കോളേജിൽ, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും തിരക്ക് കാരണം എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ഞാൻ മറ്റെന്തെങ്കിലും തിരക്ക് കാരണം എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, പകരം എൻ്റെ രക്ഷിതാവാണ് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതെന്ന് ആവശ്യപ്പെട്ട് നിങ്ങളൊരു വെള്ള പേപ്പറിൽ എഴുതി ഒരു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയുമായിട്ട് നിങ്ങളുടെ രക്ഷിതാവിന് കോളേജിൽ പോയി സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാനും, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ താല്പര്യമെങ്കിൽ പോയി നിങ്ങൾക്ക് അവിടെ സ്പോട്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും, ആ കോപ്പി കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. അന്നേരം നിങ്ങൾ പറയേണ്ട കാര്യം, കോപ്പിയും കൊണ്ട് ഞാൻ ഒറിജിനൽ കൊണ്ട് മറ്റൊരു സ്കൂളിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പോയേക്കുവാണ്, ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എനിക്ക് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ അഡ്മിഷനോട് എനിക്ക് താല്പര്യമുണ്ട്, അപ്പോൾ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കാൻ എനിക്ക് സമയം തരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു 2 ഡേയ്സെങ്കിലും നിങ്ങൾക്ക് സമയം അനുവദിക്കാതിരിക്കില്ല. ആ 2 ഡേയ്സിനകം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള
ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഒറിജിനലായിട്ട് ഹാജരാക്കാൻ നിങ്ങൾക്ക് 2 ദിവസമെങ്കിലും മാക്സിമം ടൈം തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഒരേ ടൈമിൽ 2 കോളേജിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായി പങ്കെടുക്കാം. അതിന് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ സമ്മതപത്രം മാത്രം ആവശ്യമുണ്ടായാലും മതി. നിങ്ങൾ സമ്മതപത്രത്തിൽ നിങ്ങൾ ഇന്ന കോളേജിൽ ഞാൻ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പോകുന്നത് കാരണം എനിക്ക് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാവശ്യപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൈനും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങളുടെ രക്ഷിതാവിന് പങ്കെടുക്കാം. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു കോളേജിലെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം 2 കോളേജിലെ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയും നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.